എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ കാട്ടാനെ കരയ്ക്ക് കയറ്റി വിടാനുള്ള ദൗത്യം പുനരാരംഭിച്ചു. ആന്റണി ജോൺ എംഎൽഎയും ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഫെൻസിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എങ്ങനെയാണ് ഇപ്പോൾ വിവരങ്ങൾ? എന്താണ് ഇപ്പോൾ കാട്ടാനയുടെ അവസ്ഥ എങ്ങനെയാണ്? ശരണ്യ, ഈ ആനയെ കരക്ക് കയറ്റാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അധികം വൈകാതെ തന്നെ ആനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറുകളായി ഈ JCB ഉപയോഗിച്ച് കിണറിൻ്റെ ഒരു വശം ഇടിച്ച് പാതയൊരുക്കുന്ന പ്രവൃത്തി അത് പുരോഗമിക്കുകയാണ്. ആനയുടെ അടുത്തേക്ക് എത്തുന്നു. ആ പാത ആനയ്ക്ക് സ്വയം കയറി വരാവുന്ന രീതിയിൽ അതെത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ അതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ ആനയെ കാട്ടിലേക്ക് തുരത്താനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. നേരത്തെ DFO നമ്മളോടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞതും അതാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ആനയെ പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏതാണ്ട് 700-800 മീറ്റർ അപ്പുറം കാടാണ്, വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടൻ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തി വിടുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്ന് വെളുപ്പിനാണ് ഈ ആന ഈ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറിൽ വീണത്. ഇത് ഉപയോഗിക്കുന്ന കിണറാണ്, കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറാണ്. ആ കിണറിലാണ് ആന വീണത്. ഇതേ തുടർന്ന് ഈ നാട്ടുകാരടക്കം ഇവിടെ എത്തി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം സ്ഥലത്തെത്തി. ആനയെ കരയ്ക്ക് കയറ്റാൻ വേണ്ടി ദൗത്യം ആ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ നാട്ടുകാർ അടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ പറയുന്നത് ഇത് പതിവായി ആന ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിലടക്കം കടന്നു വരുന്ന ഒരു പ്രദേശമാണിത്. ആനയുടെ ശല്യം ഒഴിവാക്കാനായുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. പലകുറി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ അപ്പോഴൊക്കെ വലിയ അലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടായി. ഈ ഫെൻസിംഗ് അടക്കം സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കാട്ടാന ഭീതിയിലാണ് ഈ പ്രദേശം എന്നുള്ളത് പലകുറി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മതി ആനയെ കരയ്ക്ക് കയറ്റൽ എന്നൊരു നിലപാടിലേക്കാണ് ആദ്യം നാട്ടുകാർ എത്തിയത്. പിന്നീട് DFO അടക്കം സ്ഥലത്തെത്തി. DFO നാട്ടുകാരും വീട്ടുകാരുമായൊക്കെ സംസാരിച്ചു. ആ സംസാരത്തിലാണ് ചില ഉറപ്പുകൾ, ചില നിർദ്ദേശങ്ങൾ DFO മുന്നോട്ട് വെച്ചത്. ഈ കിണർ ഇടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക നഷ്ടം അത് വഹിക്കാം, അത് വനംവകുപ്പ് വഹിക്കാം എന്ന് DFO ഈ വീട്ടുകാരോട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ സഹായം തൊട്ടടുത്ത ദിവസം തന്നെ കൈമാറാം, ചെക്കായി തന്നെ അത് കൈമാറാം എന്ന് അവരോട് പറയുകയുണ്ടായി. ഒപ്പം ഈ സോളാർ ഫെൻസിങ് അടക്കം വളരെ വേഗം അത് പൂർത്തിയാകും. ആനയെ പുറത്തേക്ക് എത്തിച്ച ശേഷം കാട്ടിലേക്ക് തുരത്താം എന്നുള്ള നിർദ്ദേശമാണ് DFO മുന്നോട്ട് വെച്ചത്. അത് നാട്ടുകാർ ആ ഘട്ടത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ദൗത്യം ആരംഭിച്ചു. 10 മണിയോടെയാണ് ഈ ദൗത്യം തുടങ്ങിയത്. ഏതാണ്ട് 1 മണിക്കൂർ ആവാറാകുമ്പോൾ MLA സ്ഥലത്തെത്തി വലിയ പ്രതിഷേധം അറിയിക്കുകയാണുണ്ടായത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടായി. കാരണം ഈ ഫെൻസിംഗ് അടക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണ്. വനംവകുപ്പ് അതിന് പ്രത്യേക പദ്ധതിയും തയ്യാറാക്കിയതാണ്. ഏതാണ്ട് 3.25 കോടി രൂപ ചെലവിട്ട് 30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിണ്ടിമന പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതല്ലാതെ മറ്റെവിടെയും ഇത് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് MLA ചൂണ്ടിക്കാട്ടിയത്. വലിയ അലംഭാവം അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് അതിലൊരു തീരുമാനമാകാതെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന MLAയും നിലപാടെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ദൗത്യം നിർത്തിവെക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. MLA നിലപാടെടുത്തത് കളക്ടർ നേരിട്ടെത്തി ഇക്കാര്യത്തിലൊരു ഉറപ്പ് പറഞ്ഞാൽ പിന്നീട് ദൗത്യം തുടരാം എന്നായിരുന്നു MLA പറഞ്ഞത്. നാട്ടുകാർക്കടക്കം അക്കാര്യത്തിലൊരു ഉറപ്പ് വേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ സ്ഥലം MLA എന്ന നിലയ്ക്ക് ആന്റണി ജോൺ MLA അങ്ങനെ ഒരു നിലപാടെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും സമയത്തിനകം ജില്ലാ കളക്ടറും സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സ്ഥലത്തെത്തി നാട്ടുകാരുമായും MLAയുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള ഫെൻസിംഗ് നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാം എന്ന് കളക്ടർ നാട്ടുകാരോടും MLAയോടും ഇവിടെ വെച്ച് ഉറപ്പ് നൽകി. കളക്ടർ തന്നെ, അതായത് താൻ തന്നെ നേരിട്ട് അതിന് മേൽനോട്ടം വഹിക്കാം. നേരത്തെ മുൻപ് തീരുമാനിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ ഫെൻസിംഗ് അടക്കം പൂർത്തിയാക്കി ഈ കാട്ടാനയിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് കളക്ടർ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രതിഷേധം, MLAയുടെ നേതൃത്വത്തിലുണ്ടായ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അങ്ങനെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെ പുനരാരംഭിച്ച ദൗത്യം ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുന്നു. ഈ കിണറിൻ്റെ വശം ഇടിച്ച് അതിലൂടെ ഒരു വഴിയുണ്ടാക്കി ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്
വനം വകുപ്പ് തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് രാവിലെ മുതൽ തുടങ്ങിയത്. ഇപ്പോൾ ആ പാതയുണ്ടാക്കൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കിണർ അതിൻ്റെ താഴ്ചയിലേക്ക് ആന നിൽക്കുന്ന ഭാഗം വരെ കിണർ ഇടിക്കേണ്ടതുണ്ട്. അതാണ് ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത്. അങ്ങനെ ഇടിച്ച് താഴ്ത്തി ആനയ്ക്ക് കയറി വരാവുന്ന രീതിയിലേക്ക് അത് ആ പാത ഒരുങ്ങണം. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അധികം വൈകാതെ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ദൗത്യം വിജയത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആന മുകളിലേക്ക് കയറിയാലുടൻ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കാട്ടാനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടൽ. നേരത്തെയുമൊക്കെ ആനയെ കാണുമ്പോൾ ഈ ആന തുമ്പിക്കൈയെല്ലാം ഉയർത്തുകയും ഇളകുകയും ഒക്കെ ചെയ്തിരുന്നു. വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും പൂർണ്ണമായി മുങ്ങുന്ന അവസ്ഥയിലല്ല. വലിയ ആഴം ഇല്ല, വെള്ളത്തിന് വലിയ ആഴം ഇല്ല, അതുകൊണ്ട് പൂർണ്ണമായി മുങ്ങിയിട്ടില്ല. പക്ഷേ ആനയ്ക്ക് നിന്നിരിയാൻ സ്ഥലമില്ലാത്ത തരത്തിലാണ് അത് നിൽക്കുന്നത്. ഒട്ടും തന്നെ അതിന് വളരെ കഷ്ടിച്ച ആനയ്ക്ക് നിൽക്കാവുന്ന ആ ഒരു സ്ഥലം മാത്രമേ കിണറിനകത്തുള്ളൂ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ആനയ്ക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ആന മുകളിലേക്ക് വന്നാൽ അത് പരിഭ്രാന്തമായി അത് എങ്ങോട്ടേക്ക് ഓടും എന്നുള്ളൊരാശങ്ക എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് മതിയായ സുരക്ഷ ഒരുക്കിയ ശേഷം തന്നെയാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്. ആളുകളെ തൊട്ടടുത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രദേശവാസികളെയും മാധ്യമപ്രവർത്തകരെയും അടക്കം മറ്റു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ ദൗത്യം നേരത്തെ തന്നെ ആരംഭിച്ചത്. കയർ വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും ഈ JCBയുമായി ബന്ധപ്പെട്ട ആളുകളും മാത്രമാണ് ആ സ്ഥലത്ത് കിണറിനടുത്ത് ഉള്ളത്. ബാക്കിയുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ആ ദൗത്യം തുടരുകയാണ്. അധികം വൈകാതെ അത് വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെ കരുതാം. ശരണ്യ. ഉമേഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉടമസ്ഥന് നഷ്ടപരിഹാരം നൽകും, അത്തരം വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അത് രാവിലെ DFO ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം, ഇതിനു മുൻപും തൊട്ടടുത്ത് തന്നെയുള്ളൊരു മറ്റൊരു വീട്ടുടമയുടെ പുരയിടത്തിൽ ആന വീഴുന്നൊരവസ്ഥയുണ്ടായി. അന്നും ഇതുപോലെ വെള്ളം മലിനമായി കിണറിടിക്കേണ്ടുന്ന അവസ്ഥ വന്നു. ഇതൊക്കെ വലിയ ധനനഷ്ടമുണ്ടാക്കുന്നതാണ്. വീട്ടുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഭാവിയിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അന്നുണ്ടായതുപോലെ ആകരുത്. കൃത്യമായ തീരുമാനം ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകണം. നഷ്ടപരിഹാരം ലഭ്യമാക്കണം. വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ അത് വനംവകുപ്പ് തന്നെ മുൻകൈയെടുത്ത് നടപ്പാക്കണം എന്നൊക്കെയുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ അത് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ കിണറിടിച്ച് ആനയെ പുറത്തെത്തിച്ചാൽ മതി എന്നുള്ളതാണ് വീട്ടുടമയടക്കം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി DFO നേരിട്ട് സംസാരിച്ചു. സംസാരിച്ചതിലാണ് ഇങ്ങനെ കിണർ ഇടിക്കുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം വനംവകുപ്പ് വഹിക്കാം എന്നൊരു ഉറപ്പ് DFO ആ വീട്ടുകാരോട് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി 1 ലക്ഷം രൂപ നാളെ തന്നെ, ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് നാളെ തന്നെ അത് ചെക്കായി വീട്ടുടമയ്ക്ക് കൈമാറാം എന്നും DFO അവരോട് പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഫെൻസിങ് സ്ഥാപിക്കുന്ന നടപടികളും വേഗത്തിലാക്കാമെന്നും DFO അവർക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൗത്യം ആരംഭിച്ചത്. അങ്ങനെ രാവിലെ 10 മണിയോടെയാണ് ഈ ദൗത്യം തുടങ്ങിയത്. പക്ഷേ ഇതിനിടയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ MLA അടക്കം സ്ഥലത്തെത്തി വലിയ പ്രതിഷേധം അറിയിച്ചു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായും ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീടാണ് വീണ്ടും അത് പുനരാരംഭിച്ചത്. ആ പുനരാരംഭിച്ച ദൗത്യം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ശരണ്യ. ഉമേഷ്, അതുപോലെ തന്നെ രാവിലെ മുതൽ കിണറ്റിനുള്ളിലുള്ള ആനയാണ്, അതുകൊണ്ട് തന്നെ കാട്ടാനയാണ്, അക്രമാസക്തനാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയാൽ തന്നെ എങ്ങനെയാണ്, ആ ജനവാസ മേഖലയിലാണുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? അതിൻ്റെ ആശങ്ക അവർ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും, ഇവിടെ നിരവധി പേർ ഈ വിവരമറിഞ്ഞ് ഈ സ്ഥലത്തെത്തിയിരുന്നു, തടിച്ചുകൂടിയിരുന്നു. കിണറിന് ചുറ്റുമൊക്കെ ആൾ തിരക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആനയെ കരയ്ക്ക് കയറ്റണമെങ്കിൽ എല്ലാവരും പ്രദേശത്തുനിന്ന് മാറണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയാൽ മാത്രമേ ഈ ദൗത്യം തുടങ്ങാൻ കഴിയൂ എന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും, ഈ നാട്ടുകാരും വീട്ടുകാരും മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി വടം കെട്ടി തിരിച്ച് ആണ് ഈ ദൗത്യം തുടങ്ങിയത്. ഇപ്പോൾ ഈ പാത ഒരുക്കി അത് ആനയെ എത്തിക്കുന്ന ഘട്ടത്തിലും ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അകലേക്ക് മാറി നിൽക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഏത് നിമിഷവും ആന പുറത്തേക്ക് ഇറങ്ങി വരാവുന്ന സാഹചര്യമുണ്ട് എന്നവർ ഇടയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി വന്നാൽ ഉടൻ പടക്കം പൊട്ടിച്ച് ആനയെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട്. അത് ഏത് ദിശയിലേക്ക് ഓടിപ്പോകും എന്നുള്ളത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. കാരണം ഇത്ര നേരം
ഈ വെള്ളത്തിൽ കിടന്നതാണ്, കിണറിനകത്ത് കിടന്നതാണ്. അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ടാകും, ആന പരിഭ്രാന്തിയിലാകും. അതുകൊണ്ട് 15 വയസ്സ് പ്രായമുള്ള ആന എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അത് ഓടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് മതിയായ സുരക്ഷ ഒരുക്കിയതിന് ശേഷം തന്നെയാണ് ആളുകൾക്ക് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് ഈ ദൗത്യം തുടങ്ങിയത്. ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോഴും മറ്റ് വലിയ അപകടങ്ങളില്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുമുണ്ട്. ഈ എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ കാട്ടാനെ കരക്ക് കയറ്റാനുള്ള ദൗത്യമാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആനയെ കരക്ക് കയറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും മറ്റുമുള്ളത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.